ഷഹലയുടെ ഭർത്താവ് ഷഹലയ്ക്ക് വലിയ വില കൂടിയ ചെരുപ്പുകളൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നത്രേ, അതും കൂലിപ്പണിക്ക് പോകുന്ന കാലഘട്ടത്തിൽ തന്നെ. അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഷഹല ഇവനെ ഉപേക്ഷിച്ച് പോയത്, അല്ലെങ്കിൽ ആ വീട്ടുകാരെ വഞ്ചിച്ച് ഇറങ്ങിപ്പോയത്? ഇതൊന്നും കൂടാതെ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വൈഫിനെ മർദ്ദിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഡാനി സത്യൻ എന്ന് പറയുന്ന യൂട്യൂബർ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം കേട്ടോ. അറിയുന്ന കാര്യം പറഞ്ഞത്. അവൻ പോകുന്നത് തന്നെ രാത്രി 1 മണി 2 മണിക്കൊക്കെയാണ്. അത് കണ്ട ആൾക്കാരാണ് അവരുടെ വീട്ടുകാരോട് പറയുന്നത്. അവന് 32 വയസ്സുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവന്റെ വൈഫിനെ ഇവൻ കെട്ടിയിട്ടെന്ന് പറയുന്നത്. ഇവന്റെ സ്വന്തം വൈഫിനെ എടുത്തിട്ട് ചാമ്പ് നല്ല രീതി അടിക്കുക. കാര്യം ഈ ഷഹലെ കൊണ്ടുപോയതിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവൻ മാത്രമല്ല, ഇവന്റെ അച്ഛനും അടിക്കും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവന്റെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടുകാർ വിളിക്കുന്ന പേര് നായിക്കട്ടം എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കാൻ വേണ്ടി ചെയ്യുക ചെയ്യുന്നത്. നായിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും ഇത് ഞാൻ പറയുന്നത് ശരിയാണോ സത്യമാണോ എന്നുള്ളത്. ചിലപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ നല്ല രീതിയിൽ മനസ്സിലായി കാണും. അവന്റെ അച്ഛനെ വിളിക്കുന്നത് അങ്ങനെയാണ് നാട്ടുകാർ. അച്ഛനെ അങ്ങനെയൊക്കെയാണ് ആളുകൾ വിളിക്കുന്നത്. അപ്പോൾ എന്താണ് അവരുടെ ഒരു ഇതെന്ന് മനസ്സിലായി, ഒരു വൈബ് എന്താണെന്ന് മനസ്സിലായില്ലേ? സ്വന്തം ഭാര്യയെ ആൾ തല്ലാറുണ്ട്, അച്ഛനും അങ്ങനെയാണ് ചെയ്തിരുന്നതെന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ സ്വഭാവം ഏകദേശം പഠിത്തം കിട്ടിയില്ലേ? ഏകദേശം 3-4 മാസത്തെ പരിചയം വെച്ചുകൊണ്ട് മാത്രം റീചാർജ് ചെയ്യാൻ വേണ്ടി പോയി പരിചയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഏത് കാലഘട്ടത്തിലാണോ ഇങ്ങനെ റീചാർജിങ്ങിൻ്റെ ഒക്കെ പരിപാടി മൊബൈൽ ഷോപ്പിലൊക്കെ പോയി ചെയ്യുന്നത്? നമ്മളൊക്കെ ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ യൂസ് ചെയ്തിട്ടല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 1 വർഷത്തിനൊക്കെയാണ് ആളുകൾ ഇപ്പോൾ റീചാർജും ചെയ്യാറ്. ഇതിപ്പോൾ എന്താ സംഭവം പിടുത്തം കിട്ടുന്നില്ല. ഇനി ഇത് റീചാർജ് ചെയ്യാൻ വേണ്ടി പോയത് തന്നെയാണോ, അല്ലെങ്കിൽ ഇനി വേറെ വല്ലതും ആണോ എന്നൊന്നും നമുക്ക് വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ്. ചിലപ്പോൾ മൊബൈൽ ഫോൺ കേടുവന്ന് നേരാക്കാൻ വേണ്ടി പോയതാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലേ? എന്തായാലും റാഫിയെ കുറിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. എന്തിന് ഏകദേശ ധാരണയല്ലേ? ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെയൊക്കെയാണ് ചില പെൺകുട്ടികൾ ഒരു കാര്യവും അറിയാതെ എടുത്തു ചാടി പുറപ്പെട്ട് പോയതിന് ശേഷം പിന്നീട് കണ്ണുനീര് കുടിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുന്നത്. ഈ ഒളിച്ചോട്ടം എന്ന ലൂപ്പിൽ നിന്നൊന്ന് പുറത്തു വരാൻ കഴിയുമോ ഈശ്വര? എന്തിപ്പത്? അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന ഈ ഒരു തരത്തിലുള്ളതാണ്. അപ്പം ഒരു കാര്യം പറയാം, ഈ വിളിച്ച വ്യക്തി എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണ്. ഞങ്ങൾ ആരും ഒന്നും പ്രതീക്ഷിച്ചില്ല ബ്രോ, ഇത് ഇങ്ങനെ കാണിക്കും എന്നുള്ള രീതിയിൽ ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ 3 മാസം കൊണ്ട് മാത്രം വന്ന മാറ്റങ്ങളാണ്. ഇപ്പം ഞാനൊരു വോയിസ് വെച്ചായിരുന്നു, ഒരു കുട്ടീൻ്റെ വോയിസ് വെച്ചപ്പം ആ വോയിസിനകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വിളിക്കുമ്പോൾ വരത്തില്ല എന്നുള്ള രീതി. ഫംഗ്ഷൻ എന്ത് വിളിച്ചാലും ഒരു വരില്ല. അത് ഈ 3 മാസം കൊണ്ടുള്ള ഒരു ഇതാണ്. അല്ലാത്തപ്പോൾ എല്ലാ കാര്യത്തിനും വിളിക്കുമ്പോൾ മുൻപന്തി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ 3 മാസം കൊണ്ട് പല കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുമായിരുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ കൊണ്ടുപോയ അവനാ ഈ പരനാറി എന്ന് വേണമെങ്കിൽ പറയാം. അവൻ്റെ വൈഫിനെ എടുത്തിട്ട് അടിക്കും, പിള്ളേരെ ദ്രോഹിക്കും, ഇതൊക്കെയാണ് അവന്റെ പരിപാടി. അവന്റെ കൂടാണ് സത്യത്തിൽ ഇവൾ ഇറങ്ങിപ്പോയെന്ന് ഓർക്കുമ്പോഴാണ് ഇവർക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയത്തില്ല. കാരണം ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തി, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള രീതി മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഷോപ്പ് നടത്തുന്നതൊക്കെ വലിയ സംഭവമായിട്ട് മാത്രമാണ് കാണുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ആ വീടിന്റെ കാര്യമാണെങ്കിൽ പോലും കൊച്ചൊരു വീടാണ്, ഇപ്പുറത്തെ ഒരു വീട് ഒരു പണിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റൂം സെറ്റാക്കി, ഒരു ബാത്റൂം സെറ്റാക്കി, അവിടെ പോലീസുകാർ വന്നപ്പോഴും ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുത്തല്ലോ. അതൊരു ഭാഗ്യം തന്നെയാണെന്നുള്ള രീതിയിൽ പോലീസ് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വിളിച്ചൊരു വ്യക്തി. നിങ്ങൾ തന്നെ പറ, ഇവൻ സ്വന്തം ഭാര്യയും മക്കളെയും നോക്കാത്ത ഒരു വ്യക്തി ഇവളെ പൊന്നുപോലെ നോക്കുന്നത് എന്താണ് ഉറപ്പ്? അവൻ അന്നേരത്തെ സുഖം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അത് അത്രേ ഉള്ളൂ മോനെ. സ്വന്തം ഭാര്യയോടും മക്കളോടും ഇമാതിരി ക്രൂരത ചെയ്യുന്ന ഒരാളെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയിട്ടുള്ളത്? ഷഹല ഇനി എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, കോടതിയിൽ നിന്ന് പോയിട്ടുണ്ടാവും, ഡീറ്റെയിൽ പുറത്ത് വന്നിട്ടില്ല, നമുക്ക് നോക്കാം. എന്തായാലും അവരവരുടെ പാട്ടിന് പോട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. സ്വന്തം ഭാര്യയെ ചതിച്ചതിനും സ്വന്തം മക്കളെ ചതിച്ചതിനും അവന് കോടതി കൊടുക്കാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. അവരെ ഇനി ഇവൻ നോക്കില്ലല്ലോ, എന്തായാലും ജനങ്ങൾ അറിഞ്ഞില്ല, ഇനി അവൻ നോക്കുമോ? ഇവിടെ സംസാരിച്ച് ഷഹലയെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ റാഫി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കുടുംബത്തിനെ കാണിക്കുന്നത് നമ്മൾ കേട്ടില്ലേ? അവനെ വീട്ടിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ എന്താവും നടക്കാൻ പോകുന്നത്? ഒരു ക്രിമിനൽ കുറ്റമാണതൊക്കെ. അതൊക്കെ ആ രീതിയിൽ എടുക്കണം. ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വനിതാ കമ്മീഷൻ ഇടപെടലുകളൊക്കെ കൃത്യമായി വേണ്ട ഒരു വിഷയമാണെന്നുള്ളതാണ്. ഭാര്യയെ മർദ്ദിക്കുക, അതും അച്ഛനും ചേർന്ന് മർദ്ദിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയെന്നാണ് പറയുന്നത്. ഈ ഷഹല എന്ന് പറയുന്ന വ്യക്തിയെ കൂലിപ്പണിക്ക് പോയിട്ടാണെന്നുണ്ടെങ്കിലും നല്ലപോലെ നോക്കിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. ഗൾഫിൽ നിന്നും പണം അയച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട ഒരു കാര്യം ഈ ഷഹലയെ ന്യായീകരിച്ചു കൊണ്ടൊരു സുഹൃത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ കേട്ടത്, അല്ലെങ്കിൽ ഒരു ഓഡിയോ ആണ് നമ്മൾ കേട്ടത്. അതിൽ നിന്ന് തന്നെ വ്യക്തമായി മനസ്സിലായില്ലേ ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഷഹലയോട് ചോദിക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ റാഫിയോട് ചോദിക്കേണ്ടി വരും, അല്ല എന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ ആ വീട്ടിലുള്ള വേറെ വല്ല ആളുകളോട് ചോദിക്കേണ്ടി വരും. ജനങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമായിരിക്കും. നമ്മുടെ വീടിനകത്ത് നടക്കുന്നത് പുറത്തുള്ള ആളുകൾ വേറെ രീതിയിൽ തന്നെയാണ് കാണുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടുന്നത് കൊണ്ട് തന്നെ ചില ആളുകളുടെ ലൈഫിനെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു ഇതുണ്ടാവും. അവരങ്ങനെയാണ് കേട്ടോ, അവരിങ്ങനെയാണ് കേട്ടോ എന്നുള്ളത് അല്ലേ. ഇപ്പോൾ നടൻ കൃഷ്ണകുമാർ ഫാമിലിയില്ലേ, അവരുടെ ഫാമിലി വ്ളോഗ് നിങ്ങളെല്ലാവരും കാണാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. പല ആളുകൾ കമൻറ്റ് ഇടാറുണ്ട് എന്നുള്ളതാണ്. അവർ റിയൽ ലൈഫും വളരെ വ്യത്യാസമാണെന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ അലി മാങ്കോത്ത് അദ്ദേഹമാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിൽ ഇറങ്ങി ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്കതൊന്ന് കേൾക്കാം.
ഒളിച്ചോടി പോയ സ്ത്രീയെ പറ്റിയിട്ടുള്ള, അതായത് ആ പുരുഷനെയും കൂടി പറ്റിയിട്ടുള്ള വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, അവരെ വിവരം എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. തെറി വിളിക്കുന്ന ആൾ അവരുടെ തെറിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ട് അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ കുറേ ദിവസങ്ങളായി അവരെ കണ്ടുകിട്ടി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും സത്യാവസ്ഥയല്ല. അതായത് ഇന്നത്തെ ദിവസം, അതായത് 30-ാം തീയതി അവരെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ഏകദേശം വാളയാർ ചെക്ക് പോസ്റ്റ് നിന്നാണ് അവരെ കണ്ടുകിട്ടിയത്. പോലീസ് അറസ്റ്റ് ചെയ്ത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത്. അത് ഇവരെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തത് എനിക്കൊരു CC ക്യാമറ ദൃശ്യം അവരിത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ തമിഴ്നാട്ടിലുള്ള ഒരു CC ക്യാമറ ദൃശ്യമായിരുന്നു. അപ്പൊ അവിടുത്തെ ആ ഷോപ്പിലെ ആളാണ് എനിക്ക് അയച്ചു തന്നത്. ആ നമ്പർ പിന്നെ ഞാൻ ഇവർക്കും അവര് പോലീസുകാർക്കും എല്ലാവർക്കും കൊടുത്തു. അതേപോലെ അവിടെ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ. പിന്നെ അവര് ഈ സ്ത്രീയുടെ ബ്രദർ അവിടത്തേക്ക് പോവുകയും പിന്നെ അവരപ്പം അവിടുന്ന് എസ്കേപ്പ് ആയി, അവിടുന്ന് മുങ്ങിയിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് ഇവരെ കണ്ടുകിട്ടുകയും നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പം ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്നത്. ഇനി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി അവരോടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇവന്റെ കൂടെ പോകുന്ന ഈ 3 കുട്ടികളെ വയ്യാതാരാക്കിയിട്ട് വന്ന അവന്റെ കൂടെ പോകുന്നോ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ കൂടെ പോകുന്നോ, അല്ലെങ്കിൽ മാതാവിന്റെയും പിതാവിന്റെയും സഹോദരങ്ങളുടെ കൂടെ പോകുന്നോ എന്നൊക്കെ കോടതി ചോദിക്കും. ആ ചോദ്യത്തിൽ ഇവർ പറയുന്നതിനുള്ള ഉത്തരമായിരിക്കും അവരെ ജീവിതം തീരുമാനിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, സ്വന്തം 3 കുട്ടികളെയും ഒഴിവാക്കി വന്ന അവന്റെ കൂടെ പോയാൽ ഇവന്റെ സ്വന്തം കുട്ടിനെ അവൻ നോക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവളും അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ചിന്തിച്ചാൽ മതി. വെറും ഒരു വീഡിയോ ചെയ്ത് അവസാനിപ്പിക്കുകയല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഡാറ്റ പോലീസുകാർക്ക് സബ്മിറ്റ് ചെയ്തു. അവരതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി വാളയാർ ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് ആളെ പിടിച്ചു. ഇദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടില്ലേ, സ്വന്തം ഭാര്യയും മക്കളെയും നോക്കാത്ത ഇയാൾ ഷെഹലയുടെ കൂടെയുള്ള ആ കുഞ്ഞിനെ നോക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എനിക്ക് തീരെ ഉറപ്പില്ല കേട്ടോ. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം എന്ന് വെച്ചാൽ ഷെഹലയുടെ വീട്ടിലേക്ക് പോകാൻ ചിലപ്പോൾ പറയുമായിരിക്കാം. കാരണം അയാളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇന്ന കാര്യങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആരും കൂടെ നിൽക്കില്ല എന്നുള്ളതാണ്. പിന്നെ പ്രായപൂർത്തിയായ ആളുകളുടെ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ കോടതി മാനിക്കുക തന്നെ ചെയ്യും. കൂട്ടത്തിൽ എന്ത് തീരുമാനം എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അവിടെ ഒരു വിഷമത്തിൻ്റെ കാര്യം സംഭവിക്കും. ഒരുപക്ഷെ ഷെഹലയ്ക്ക് റാഫിയെ പിരിയാൻ കഴിയാത്ത രീതിയിലുള്ള പ്രണയമായിരിക്കും, മുഹബത്തായിരിക്കും. സ്വന്തം ഭർത്താവ് അത്ര നല്ല രീതിയിൽ നോക്കിയിട്ടും ഇങ്ങനെ ഉണ്ടായി എന്നല്ലേ പറയുന്നത്. ചിലപ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും കേട്ടോ. എന്തൊക്കെ മിസ്റ്റേക്കുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക, അല്ലാതെ എടുത്ത് ചാടിയിട്ട് മണ്ടത്തരം ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഇനി ഷെഹല എടുക്കട്ടെ തീരുമാനങ്ങൾ, നല്ലതിലേക്കാണെങ്കിലും ചീത്തതിലേക്കാണെങ്കിലും ഷെഹല എടുക്കട്ടെ തീരുമാനങ്ങൾ. പക്ഷേ ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കരയിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, ജീവിതം ഭാവിയിൽ എന്താകുമെന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു കുഴിയിലേക്ക് ചാടിക്കുന്ന രീതിയിൽ ആവരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജ്, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല, അവൾ ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ.